ഇനി ലേറ്റ് ആയാലേ ഡാഡി മമ്മിയുടെ മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കും. ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അമ്മുമ്മ കനകാന്റി മെറിലിൻ ഇറങ്ങുവാ. പോയി കഴിഞ്ഞാ പിന്നെ തിരിച്ചു വരൂല. കറക്റ്റ്. മെറിലിൻ ഇറങ്ങാറായാ? ആ എവിടെ എന്റെ ഫ്രണ്ട് കേശു? അവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ലേ? ആ ഫ്രണ്ടിന്റെ കമന്ന് കെട്ടി കിടക്കുന്നു. കേശു മെറിലിൻ പോവാന്ന്, എണീറ്റ് വാ. എടാ വാടാ. மெர்லின் நீ இப்ப கிளம்புறியா? ആന്റി டீ குடிச்சிட்டு போலாமே, பழம்பொரி எல்லாம் இருக்கு. നല്ല ചൂട് പഴംപൊരി കഴിച്ചിട്ട് പോവാ. നീ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ലേ പാറു? മെറിലിൻ എപ്പോഴാ ഇങ്ങോട്ട് തിരിച്ച്? നാളെ മറ്റന്നാളും ഇവിടെ തന്നെ ഉണ്ട്. വരാം. അതിന് എങ്ങോട്ട് പോവും? അറിയില്ല ചേച്ചി, ഇനിയെല്ലാം വരണോടത്ത് വെച്ച്. കേശോട്ടാ, കേശോണ കണ്ണെന്തോ കലങ്ങിയിരിക്കുന്നെ. കേശോണ കരഞ്ഞ? ഞാൻ കരഞ്ഞൊന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും. അല്ല കരഞ്ഞായിട്ട് തോന്നി എനിക്ക്. ആ കരഞ്ഞായിട്ട് തോന്നിയായിരിക്കും. കേശു നീ ഒരു കാര്യം ചെയ്, ഇവിടെ കൊണ്ട് റോഡ് വരാക്കിട്ട് വാ. എന്തൊരു ഒന്നാക്ക് വന്ന തിരിച്ചു പറഞ്ഞു. ആ കേശുവിന് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയല്ലോ. നമ്മളെ ഇതുപോലെ കൂളായിട്ട് അങ്ങോട്ട് പോയാൽ മതി. വരണതല്ല വരണോടത്ത് വെച്ച്. ആ അത് തന്നെ മോള് പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ് കാര്യം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. കേശു, എന്തായാലും അമ്മായി പറഞ്ഞല്ലേ, നീ എൻ്റെ കൂടെ റോഡ് വരെ ഒന്ന് വാ. ഒന്ന് അനങ്ങി നടക്ക് കേശു. പാറു പറഞ്ഞ പോലെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? എൻ്റെ മുഖത്തിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഞാൻ പറ. ആ അങ്ങനെ തന്നെയാ വേണ്ടത്. നമ്മൾ രണ്ടുപേരുവേ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കണം. ബോൾഡായിട്ട് നിൽക്കേണ്ടടുത്ത് ബോൾഡായിട്ട് തന്നെ നിൽക്കണം. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഓ നീ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെങ്കിലും നിന്നെക്കൊണ്ടിപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. കുറഞ്ഞതൊരു 25 വയസ്സ് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യല്ലേ? ഓ അപ്പം അതുവരെ ഞാൻ വിദേശത്തൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് പിടിച്ചേക്കാം. പിന്നെ തീരെ നിവൃത്തിയില്ലാണ്ടായ വീട്ടുകാർ പറയുന്ന ആളെ എനിക്ക് കെട്ടേണ്ടി വരും. ആദ്യമൊക്കെ ലൈഫ് കുറച്ച് ബോറായിരിക്കും, പക്ഷെ മനുഷ്യനല്ലേ, ചിലപ്പോൾ എല്ലാം മറന്ന് സന്തോഷമായിട്ട് ജീവിക്കാനും സാധ്യതയുണ്ട്. ഞാനിങ്ങനെ ഓപ്പണായിട്ട് പറയുന്നോണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഒരിക്കലും ഇല്ല. അതുമാത്രമല്ല, ഈ വഴി കണ്ട് എന്നെ കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കുമോ? ഈ പടവലവും കൃഷിയും ലിറ്ററേച്ചറും അതൊന്നും നടക്കില്ല. സത്യം പറഞ്ഞാൽ ഞാനിത് നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് കേശു. കേശു, നീ ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിലും ജീവിച്ചല്ലേ പറ്റൂ. നീ എന്തായാലും സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കേ. കേശു, നീ അടിപൊളിയാടാ. പോട്ടെ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.